ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി. വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാരി ഫആദ വസാറ ലഹുബുഹാ മുഹമ്മദ ഖാ മുഹമ്മദ മുഹമ്മദ എന്നല്ല മുഹമ്മദ. ورأت أمه آمنة رضي الله عنها حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا صلى الله عليه وسلم. ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം ഞാൻ ആദ്യം പറയും, പിന്നെ ഓരോന്നിൻ്റെ അർത്ഥം പറയും, അതിൻ്റെ വിശദീകരണം. എന്താണ് ഇപ്പം പറഞ്ഞത്? ഇതിൻ്റെ ഇപ്പം വായിച്ചതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം പറയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീയിൽ എറിയപ്പെട്ട സമയത്ത് മഹാനവറുകളുടെ, അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനൂർ ഉണ്ടായത് കൊണ്ട് ആ തീയുടെ തീനാളം കെട്ടണഞ്ഞു. മനസ്സിലായ? ആ തീയുടെ തീനാളം കെട്ടണിഞ്ഞു പോയി, അണഞ്ഞുപോയി, കെട്ടുപോയി. മുത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയായ ആമിന ബീബി റളിയല്ലാഹു അൻഹാ, റളിയല്ലാഹു അൻഹ എന്ന് പറയണം, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, ആമിന റളിയല്ലാഹു അൻഹ. അപ്പോ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയായ ബീബി ആമിന റളിയല്ലാഹു അൻഹ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ധരിച്ച സമയത്ത് സഹായിക്കാൻ വേണ്ടി ആകാശത്തിൽ നിന്ന് മലക്കുകൾ സംഘമായി, ആകാശത്തിൽ നിന്ന് മലക്കുകൾ സംഘമായി തൻ്റെ ആമിന ബീബിയുടെ അരികിലേക്ക് ഇറങ്ങി വരുന്നത് ആമിന ബീബി റളിയല്ലാഹു അൻഹ കണ്ടു. അമ്പിയാക്കൾ മഹദിയായ ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് പറയുന്നു, എന്ത്? നിങ്ങൾ വിജയത്തിന്റെയും സന്മാർഗത്തിന്റെയും സൂര്യനായ കുട്ടിയെ പ്രസവിച്ചാൽ അവർക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്ന പേര് വെക്കണം. മനസ്സിലായ? ഇനി ഓരോന്നിന്റെ അർത്ഥം നമ്മൾ പറയാൻ പോകുന്നു. വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇത് പഠന ക്ലാസ്സാണ്, വയൽ പ്രസംഗമല്ല. അതുകൊണ്ട് ഇതുപോലെ പറയും നമ്മൾ, ഇത് പഠിക്കാനുള്ളതാണ്, അങ്ങനെ വയൽ പറഞ്ഞു പോകാനുള്ളതല്ല. വകാന, ഇത് മൊത്തത്തിൽ അർത്ഥം പറഞ്ഞു, ഓരോന്നിന്റെ അർത്ഥം. വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനൂർ ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ ഉണ്ടായിരുന്നു. അതാണ് അതിന്റെ അർത്ഥം. എപ്പോ? ഹീന ഉൽഖിയ ഫിന്നാരി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീയിൽ എറിയപ്പെട്ട സമയത്ത് ഫആദ വസാറ ലഹുബുഹാ മുഹമ്മദ. അത് കാരണം, ഏത് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനൂറ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ ഉണ്ടായ കാരണം കൊണ്ട്, ഉണ്ടായത് കൊണ്ട്, അത് കാരണം, ഈ പറയപ്പെട്ടത് കാരണം, ഇപ്പം പറഞ്ഞ കാരണം, അത് കാരണം
ആ തീയുടെ തീനാളം കെട്ടണഞ്ഞു പോയി. അതാണ് ഫആദ വസാറ ലഹുബുഹാ മുഹമ്മദ. മുഹമ്മദ എന്നല്ല, മുഹമ്മദ. മീമ് ഹാ. പറഞ്ഞു മനസ്സിലായ? അതാണ് അതിന്റെ അർത്ഥം. വറഅത് ഉമ്മുഹു ആമിനത്തു റളിയല്ലാഹു അൻഹാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയായ ആമിന ബീബി റളിയല്ലാഹു അൻഹാ കണ്ടു. എപ്പം കണ്ടു? എന്ത് കണ്ടു? ഹീന ഹമലത് ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമന്ന സമയത്ത്, പ്രഗ്നന്റ് ആയ സമയത്ത്. എന്ത് കണ്ടു? എപ്പം കണ്ടു? ഗർഭം ചുമന്ന സമയത്ത്. എന്ത് കണ്ടു? മലായികത സമാഇ മദദാ. ആകാശത്തുള്ള മലക്കുകൾ സംഘമായി വരുന്നത് കണ്ടു, സഹായിക്കാൻ വേണ്ടി. അപ്പൊ ആകാശത്തുള്ള മലക്കുകൾ സംഘമായി വരുന്നതായിട്ടാണ് ആമിന ബീബി റളിയല്ലാഹു അൻഹ കാണുന്നത്. എന്തിന്? സഹായിക്കാൻ വേണ്ടി. വദഖല അലൈഹൽ അംബിയാഉ. അംബിയാക്കൾ ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നു, അരികിലേക്ക് വന്നു. അംബിയാക്കൾ. വഹും യഖൂലൂന ലഹാ. അംബിയാക്കൾ ആ ആമിന ബീബി റളിയല്ലാഹു അൻഹയോട് പറയുന്നു. എന്ത് പറയുന്നു? ഇദാ വലഅതി ശംസൽ ഫലാഹി വൽ ഹുദാ. അതാണ് പറയുന്നത്. നിങ്ങൾ വിജയത്തിന്റെയും സന്മാർഗത്തിന്റെയും സൂര്യനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, സൂര്യനെ പ്രസവിച്ചു കഴിഞ്ഞാൽ, അതായത് ഹബീബായ തങ്ങൾ അവര് പറയാണ്, അവര് സൂര്യൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഫസമ്മീഹി മുഹമ്മദാ. അവർക്ക് നിങ്ങൾ മുഹമ്മദ് എന്ന പേര് വെക്കണം. ഫസമ്മീഹി മുഹമ്മദാ. മുഹമ്മദ എന്നല്ല, മുഹമ്മദ്. മുഹമ്മദ് എന്നാണ് സാധാരണ പറയുന്നത് മലയാളത്തില്, അല്ലേ? ഉസ്താദുമാര് സംസാരിക്കുമ്പോ ഹാവ് പറയും, സാധാരണക്കാര് പേര് പറയും മുഹമ്മദ് എന്ന് പറയും. ഫസമ്മീഹി മുഹമ്മദ. അവർക്ക് നിങ്ങൾ, ആ കുട്ടിക്ക് നിങ്ങൾ മുഹമ്മദ് എന്ന് പേര് വെക്കണം. ഇതാണ് നമ്മളിപ്പം വായിച്ചതിന്റെ യഥാർത്ഥ അർത്ഥം. ഇനി നമ്മള് ഇതിന്റെ വിശദീകരണം പറയാണ്. 3 മാസക്കാലം, 3 മാസക്കാലം വിറകുകൾ ശേഖരിച്ച് നമ്രൂദുകളും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും അനുയായികളും തീ കത്തിച്ചു. 3 മാസം വിറക് ശേഖരിച്ച് ആ വിറക് കത്തിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ശക്തമായ തീ. 3 മാസത്തെ വിറക് എത്ര ഉണ്ടാവും? അത് കത്തിച്ച എങ്ങനെ ഉണ്ടാവും? ശക്തമായ തീയാണ്. ഈ ചൂട് എന്ന് പറഞ്ഞാൽ അയൽ നാട്ടിലെ, ഇന്ത്യ എന്ന് പറഞ്ഞാല് മറ്റുള്ള നാട് പാകിസ്ഥാൻ, അതിന്റെ അടുത്ത പ്രദേശം. അപ്പൊ അയൽ നാട്ടിൽ വരെ തഫ്സീറിൽ കാണാൻ പറ്റും. അപ്പോ അയൽ നാട്ടിലെ 100 കണക്കിന് മൈലുകൾക്ക് അപ്പുറം വരെ ഈ തീയുടെ ചൂട് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. വേറെ മറ്റുള്ള നാട്ടിലേക്കും ഇതിന്റെ ചൂടിന്റെ കാഠിന്യം എത്തി എന്ന് പറയുമ്പോൾ അപ്പൊ ഏജാതി അത് ചൂടായിരിക്കും. ഇത്രയും നല്ല ശക്തമായ ചൂടാണ്. സുബ്ഹാനല്ലാഹ്. ആ തീകുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എറിയപ്പെടുന്നു. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
നൂറിന്റെ ബറക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം, ആദം നബി അലൈഹി സ്വലാം, ഇങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാം, ഇങ്ങനെ ഓരോ നബിമാരിലേക്ക് ഇങ്ങനെ ഇത് വരികയാണല്ലോ ഈ നൂറ്. അപ്പോ ഈ തിരുനൂറിന്റെ ഹബീബായ തങ്ങളുടെ തിരുനൂറിന്റെ ബറക്കത്ത് കൊണ്ട് ആ സമയത്ത് തീ തണുപ്പും രക്ഷയുമായി മാറി. ബർദൻ വസലാമ. ബർദൻ വസലാമ, വെറും തണുപ്പല്ല, വസലാമ, രക്ഷയും. വല്ലാത്ത തണുപ്പാണെങ്കിൽ അതും ബുദ്ധിമുട്ടല്ലേ. ശക്തമായ തണുപ്പാണെങ്കിൽ തണുപ്പിലും മരിക്കുന്നില്ല. എത്ര ആൾക്കാരാണ്. നിങ്ങൾ UP കശ്മീരിലെല്ലാം പോയി നോക്കണം. ലഡാക്ക് പോയിട്ടുണ്ടാ? ഒന്ന് പോയി നോക്ക്. അവിടുത്തെ മൈനസ് അവിടുത്തെ ഈ തണുപ്പിന്റെ വിഷയം വല്ലാത്ത കൊടും തണുപ്പാണ്. എന്തോ ഏജാതി തണുപ്പ് എന്നറിയാം. സുബ്ഹാനല്ലാഹ്, ഭയങ്കര തണുപ്പാണ്. തണുത്ത് മരിച്ചു പോകുന്ന ആളുകളുണ്ടല്ലോ. അതേസമയം ചൂട്, അങ്ങനെ മരിച്ചു പോകുന്ന ആളുണ്ട്. അത് ഖുർആന്റെ പ്രയോഗം നോക്ക്. എന്ത്? ബർദൻ വ സലാമൻ. തണുപ്പ് എന്ന് പറഞ്ഞാല് രക്ഷയായ തണുപ്പ്. നല്ല അല്ലേ? ഇപ്പൊ AC ഇല്ലേ? AC 24 അതിന്റെ, അല്ലെ 18, എത്ര കണക്കിന്റെ ഒരു കണക്കുണ്ടല്ലോ. എന്നാലും ഒരു മിനിമം 22, 23 അതിലെ നമ്മൾ വെക്കേണ്ടത്. കാരണം അപ്പോൾ അത് ബർദം വ സലാമാവും. പെരും തണുപ്പാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടും പ്രയാസമാണ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തണുപ്പായെങ്കിൽ പ്രയാസാവുമല്ലോ. അതാണ് ഖുർആന്റെ പ്രയോഗം. സലാമൻ, തണുത്ത് മരിച്ചു പോയാൽ ബുദ്ധിമുട്ടല്ലേ. രക്ഷയുള്ള തണുപ്പാണ്. അപ്പൊ രക്ഷയും ഈ തണുപ്പ് എന്തായി? ഈ തീ എന്തായി? തണുപ്പും രക്ഷയുമായി മാറി. അങ്ങനെ 7 ദിവസം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീയിൽ കഴിഞ്ഞിട്ടും ഒരു രോമത്തിന് പോലും പോറലേൽക്കാത്ത രൂപത്തിൽ മഹാനവറുകൾ പുറത്തു വന്നു, വെളിയിലോട്ട് പുറത്തു വന്നു. 7 ദിവസമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീരുണ്ടായത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനൂറ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ് മങ്കൂസ് മൗലിദിൽ പറയുന്നത്. ഹബീബായ തങ്ങൾ ആരാണ്? ഇത് എന്താണ്? ഈ നമ്രൂദിനെ സൃഷ്ടിച്ചതും നമ്രൂദ് ഇങ്ങനെ ഈ തീ കുണ്ടാരം ഒരുക്കിയതും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതും ഇങ്ങനെയല്ല. എന്തിനാണ്? എന്തിന്? ഹബീബായ തങ്ങളുടെ മഹത്വം ജനങ്ങൾക്ക്, ലോകർക്ക് അറിയാൻ വേണ്ടിയാണ് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതും നമ്രൂദിനെ സൃഷ്ടിച്ചതും നമ്രൂദിനെ കൊണ്ട് തീ കുണ്ടാരം ഉണ്ടാക്കാൻ കൽപ്പിച്ചതും. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ തീ കുണ്ടാരത്തിൽ എറിയപ്പെട്ടതും. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആളുകൾ എന്തേ ഒന്നും സംഭവിക്കാത്തത്? അത്ഭുതാണല്ലോ, മഹാത്ഭുതാണല്ലോ എന്ന് ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യും. ചോദിക്കുമ്പോ അതിന് മറുപടിയാണെന്ത്? വെറുതെ അല്ല. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനൂർ, ആ നൂർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ ഉണ്ടായ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ആ തീ 3 മാസക്കാലം വിറക് ശേഖരിച്ച്, എത്രങ്ങാനും വിറകുണ്ടായിരിക്കും 3 മാസം വിറക് ശേഖരിച്ചാല്, ആ ജാതി വിറകിലേക്കാണ് തീ കത്തിക്കുന്നത്. ആ തീ കുണ്ടാരം, വലിയ തീ കുണ്ടാരം, അതിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എറിയപ്പെടുന്നത്. എന്നിട്ടും ഒരു രോമത്തിന് പോലും പോറൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ഇത് മഹാത്ഭുതമല്ല. ഇതിന് കാരണം, സംഭവിക്കാത്തതിനുള്ള കാരണമാണ് ഹബീബായ തങ്ങളുടെ തിരുനൂറ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ ഉണ്ടായത് കൊണ്ട്. അപ്പോ ഇങ്ങനെയല്ല ഈ പരിപാടിയിൽ അള്ളാഹു ഉണ്ടാക്കിയത് ഹബീബായ തങ്ങളുടെ സ്ഥാനം ജനങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അള്ളാഹ്ക്ക് അത്രയും ഇഷ്ടമാണ് ഹബീബായ തങ്ങൾ അറിയട്ടെ, ജനങ്ങൾ പഠിക്കട്ടെ.
അത്രയും സ്ഥാനമുണ്ട്. നീ എന്ത് പറഞ്ഞാലും, നീ എങ്ങനെ പറഞ്ഞാലും. റബീഉൽ അവ്വൽ മാസാവുമ്പോ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഘോഷയാത്ര പാടില്ല, മൗലിദ് പാടില്ല, ദഫ് പാടില്ല, പ്രസംഗം പാടില്ല, ഇങ്ങനെ നബിദിനം ആഘോഷിക്കാൻ പാടില്ല, അനിസ്ലാമികം. നിനക്കെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടാണോ റബ്ബ് ഇങ്ങനെ ചെയ്തത്? മനസ്സിലായോ? അതാണ് മങ്കൂസ് മൗലിദിൽ പറയുന്നത്. ആമിന ബീബി റളിയല്ലാഹു അൻഹാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ച ഗർഭം ധരിച്ച സമയത്ത് വാനലോകത്ത് നിന്നും മലക്കുകൾ സംഘമായി സഹായിക്കാൻ വേണ്ടി ഇറങ്ങി വന്നു. നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു കാഴ്ച നേരിട്ട് തന്നെയായിരുന്നു ആമിന ബീബി റളിയല്ലാഹു അൻഹ കണ്ടത്. നേരിട്ട് കണ്ടതാണ്. ഇങ്ങനെ സ്വപ്നം കണ്ടു, ഡയറക്റ്റ് ഇങ്ങനെ ശരീരമായി വരുന്നത് കണ്ടു. അതേപോലെ പക്ഷികളെ പോലെയാണ് മലക്കുകളെ കണ്ടത് എന്നും കിതാബുകളിൽ കാണാൻ പറ്റും. എന്നാലും ഡയറക്റ്റ് ആണ്, ശരിക്കും രൂപത്തിൽ കണ്ടു എന്നും കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അല്ലേ? അങ്ങനെ അമ്പിയാക്കൾ വന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്ന പേര് വെക്കാൻ പറഞ്ഞ സംഭവം. ആമിന ബീബി റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ ഉപ്പയായ അബ്ദുൽ മുത്വലിബ് അവരോട് പറഞ്ഞു, ഇങ്ങനെ സംഭവമാണ്, അമ്പിയാക്കൾ വന്ന് ഈ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആരെ? ഭർത്താവിന്റെ ഉപ്പയായ ഭർത്താവായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അവരുടെ ഉപ്പയാണ് അബ്ദുൽ മുത്വലിബ്. അവരോട് പറഞ്ഞു. അതനുസരിച്ച് അബ്ദുൽ മുത്വലിബാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി കാബയുടെ ചാരത്ത് പോയി, കാബയുടെ അടുത്ത് പോയി അവിടെ വെച്ചാണ് പേര് വെച്ചത്. സുബ്ഹാനല്ലാഹ്. അല്ലെ, ലോകത്ത് നടക്കുന്ന ഏത് വിജയത്തിന്റെയും സന്മാർഗ ദർശനത്തിന്റെയും കാരണക്കാരൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എല്ലാ അനുഗ്രഹങ്ങളും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ വിശ്വസിക്കണം. ഇമാം ഖസ്തല്ലാനി റഹ്മഹുല്ലാഹ്, സുബ്ഹാനല്ലാഹ്, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് എണ്ണുമ്പോൾ ഷംസ്, സൂര്യൻ എന്ന പേര് എണ്ണിയിട്ടുണ്ട്. സൂര്യന്റെ ഒരുപാട് സ്വഭാവങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് സൂര്യൻ എന്ന പേര് എണ്ണിയത്, ഷംസി എന്ന് പേര് വെച്ചത്. ഷംസുൽ ളുഹാ ബദിരിദ്ദുജാ എന്ന പാട്ടില്ലേ, ഈ ഉറുദുക്കാര് പാടുന്ന എന്തൊരു പാട്ടാണ്, മാഷാ അല്ലാഹ്. അല്ലെ, സൂര്യനെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടല്ലോ. അത് വളരെ ഉയർച്ച, സൂര്യനയുടെ താഴെയുള്ളത് വളരെ ഉയർച്ചയിലാണ് സൂര്യൻ, അല്ലെ? അത് നല്ല പ്രകടമായിട്ട് എല്ലാവർക്കും കാണും. എത്രയോ ദൂരം ഭൂമിയിൽ നിന്ന് ആ സൂര്യനിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന്. നിങ്ങൾക്ക് മറന്നോന്നറിയില്ല, നാളെ ഒന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ. അത്ര കിലോമീറ്റർ ഉണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും ദൂരമുള്ള ആ സൂര്യനെ നമുക്ക് വളരെ പ്രകടമായി കാണാൻ കഴിയും എന്നതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശരീഅത്ത് വളരെ പ്രകടമായി എല്ലാവർക്കും കാണാൻ കഴിയും. വളരെ വ്യക്തവും സ്പഷ്ടവുമായി ശരീഅത്തിന്റെ നിയമങ്ങൾ ഹബീബായ തങ്ങൾ ഇവിടുന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് പോയത്. വളരെ വ്യക്തമാണ്, വളരെ വ്യക്തം. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. വലിയ സ്ഥാനവും മഹത്വവും ഉണ്ട് ഹബീബായ തങ്ങൾക്ക്. അപ്പോ സൂര്യന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഒത്തത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷംസ് എന്ന ഒരു പേര്
എണ്ണുന്നത് ഇമാം ഖസ്തല്ലാനി റഹ്മഹുല്ലാഹ്. ഇൻഷാ അല്ലാഹ് 7:56 ഇന്ന് ഇതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നമ്മളെ മൊത്തത്തിലെ അർത്ഥം പറഞ്ഞു, ഓരോന്നിന്റെ അർത്ഥം വിശദീകരണം പറഞ്ഞു. ഇൻഷാ അല്ലാഹ്.